എന്താ കാര്യം? IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് ഞാൻ അതിന്റെ ഒരു ഏരിയയാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? എന്റെ മോള് 10ാം ക്ലാസ് വരെ ഞങ്ങൾ തന്നെ സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അവള് കൊടൈക്കനാൽ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് അവിടെ IB ആണ് സിലബസ്. അവിടെ പോയി പഠിച്ചു. അത്യാവശ്യം ഭംഗിയായിട്ട് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി. ആയിക്കോട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തിരിച്ചെത്തി കഴിഞ്ഞ് അവള് ഗാന്ധിജി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി. മഹാഭാഗ്യം. ഒരു വർഷം കഴിഞ്ഞപ്പോ ഗാന്ധിജി യൂണിവേഴ്സിറ്റി അവളോട് പറഞ്ഞു, നിന്റെ ഈ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, നീ തിരിച്ചു പോക്കോളൂ, നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഇറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്. IB പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി. IB എന്താണെന്നറിയാത്ത കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറിനെ മുമ്പിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുക. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? സത്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു. സാരമില്ല. ഇവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത്? ഇവന്മാരല്ലേ നിങ്ങളെ നല്ല ഗതിയിൽ എത്തിക്കാൻ പോകുന്നത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. പിന്നെ അവള് അതേ മാർക്കുമായിട്ട് ബാംഗ്ലൂർ അവർക്ക് അഡ്മിഷൻ കിട്ടി. അവളുടെ മികവ് വെച്ചിട്ട് ആ ഒരു വർഷം അവർക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു. അവർക്ക് ഒരു വർഷം നഷ്ടപ്പെട്ടില്ല. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതാ ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, കയ്യബദ്ധമൊന്നും കാണിക്കരുത്, നാറ്റുകരുത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഒരു വലിയ കുഴപ്പമെന്ന് പറയുന്നത് ബിടെക് വിദ്യാർത്ഥികൾക്കും BSc വിദ്യാർത്ഥികൾക്കും ഒക്കെ സ്കില്ല് വളരെ കുറവാണ്. ഭയങ്കരമായ ആള്. കേരളത്തിൽ നിന്ന് നാട് വിട്ടു പോകുന്നവര് അന്യരാജ്യത്ത് പോയി പണിയെടുക്കാനുള്ള ആഗ്രഹവും ആർത്തിയും കൊണ്ട് പോകുന്നല്ല, പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അന്വേഷിക്കാൻ പോകുന്ന. ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റികൾ എല്ലാ 2 വർഷം മിനിമം ആയിട്ടെങ്കിലും സിലബസ് നവീകരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ്. യഥം വലം നോക്കാതെ ചെയ്തിരിക്കും. പഠിപ്പിക്കുന്ന അധ്യാപകര് ആ മേഖലയിലെ നവീന കാര്യങ്ങള് കുട്ടികളെ പഠിപ്പിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരേണ്ട മാറ്റം. ഇത് വരുമ്പോൾ നിങ്ങളുടെ മനോഭാവവും മാറും, സമൂഹത്തിന്റെ മനോഭാവം മാറും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ? യൂറോപ്പിലോ അമേരിക്കയിലോ ഒരു കോളേജിൽ കൊണ്ടുവരാളെ ചേർത്ത് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥികള് പിന്നെ മാതാപിതാക്കളെ അധികം ആശ്രയിക്കാറില്ല. അതിപ്പോ പ്രത്യേകം പറയാനുണ്ടോ? സമൂഹത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അവിടെ നിയമമുണ്ട്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ കുട്ടികൾക്ക് അഡീഷണൽ സ്കില്ലിംഗ് പ്രോഗ്രാം വളരെ സ്ട്രോങ് ആയിട്ട് വേണം. ഇവിടെ ഒരു മനുഷ്യൻ എക്സൽ ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ പേര് ചരിത്രത്തിൽ എഴുതപ്പെടണമെങ്കിൽ നിങ്ങൾ ആ മേഖലയിലെ ഏറ്റവും മിടുക്കനായ ഒരു പ്രതിഭയാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. ഇപ്പൊ വിശ്വാസമായല്ലോ. ഒരാൾക്കും അവൻ ഇഷ്ടപ്പെടാത്ത പാഷനേറ്റ് അല്ലാത്ത മേഖലയിൽ പ്രതിഭയാകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വപ്നങ്ങൾ പുറകെ പോകുന്ന പഠനം നിർത്തിയിട്ട് പോകാനല്ല പറയുന്നത്. നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരാനുള്ള പഠനം എന്തെന്ന് ആദ്യം കണ്ടെത്തണം. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. എന്ത് പഠിച്ചാലാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ എത്താൻ പറ്റുക എന്നാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. സത്യത്തില് നീ ആരാ?